25,000 രൂപ 30 ദിവസം കൊണ്ട് ഉണ്ടാക്കണം. ഇന്ന് ഡേ 7. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 25,000 രൂപ 30 ദിവസം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ വഴിയാണ് അർത്തുങ്കൽ പള്ളി. അങ്ങനെ നമ്മൾ എറണാകുളത്ത് പോയി ഹോൾസെയിൽ ആയിട്ട് എടുത്ത കളർ ബുക്കുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഓരോന്നും പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇത്തവണ നമ്മുടെ കൂടെ പണിയെടുക്കാൻ ഒരു ജോലിക്കാരിയും കൂടെ. അങ്ങനെ പാക്ക് ചെയ്ത എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മൾ നേരെ അർത്തുങ്കലിലേക്ക് ഇട്ടു. ഡെയിലി എന്റെ വീടിന്റെ അവിടെ നിന്ന് അർത്തുങ്കൽ വരെ പോകാൻ 100 രൂപക്ക് അടുത്ത് പെട്രോൾ ചെലവാണ്. അതുകൊണ്ട് തന്നെ തിരക്ക് ഏറ്റവും കൂടുതലുള്ള ദിവസങ്ങൾ നോക്കിയാണ് നമ്മൾ പോകാറുള്ളത്. അങ്ങനെ അർത്തുങ്കൽ എത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. വിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നോക്കി ഒരുപാട് സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയാൻ അങ്ങനെ വെച്ച് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം കുറെ നടന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് വിൽക്കാൻ ശ്രമിച്ചു. ഒരുപാട് നേരം നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരുപാട് നേരം നിന്ന് വിൽക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പോലും എനിക്ക് അന്നത്തെ ദിവസം ഒരൊറ്റ ബുക്ക് പോലും വിൽക്കാൻ സാധിച്ചില്ല. ആദ്യം കുറച്ച് ബാഡ് തോന്നിയെങ്കിലും മറ്റൊരു രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചു. അതായത് കുറച്ചും കൂടെ വലിയ രീതിയിൽ, കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ ഇത് വിൽക്കാൻ സാധിക്കും. മീഷോയിലൂടെ വിൽക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മീഷോയിലൂടെ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു വേറെ കുറച്ച് പ്രോഡക്റ്റുകൾ കൂടി നമ്മൾ എറണാകുളത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഗായ്സ്, ആ പ്രോഡക്റ്റുകൾ വേറൊന്നുമല്ല, കുറച്ച് കമ്മലുകളാണ്. ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടുള്ള കച്ചവടങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കച്ചവടമാണ് ഈ കമ്മല് കച്ചവടം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് മാത്രം എടുത്ത് നമ്മൾ കടയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ കോമളപുരം സഹകരണ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള SH ബേക്കറി. അപ്പൊ ഇനിയുള്ള ദിവസം നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ വിചാരിച്ച എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.